ഇന്ന് രാവിലെ ഹൈക്കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞപ്പോൾ അർമാദിക്കുന്ന ചില മനുഷ്യരെ നമ്മൾ കണ്ടു. സൈബർ ഇടങ്ങളിൽ പ്രത്യേകിച്ച് ജയ് രാഹുൽ എന്ന് വിളിക്കുന്ന ചില പ്രൊഫൈലുകളും അവരുടെ അറിവിലേക്കാണ് ഇനിയുള്ള കാര്യം പറയുന്നത്. ബെനിഫിറ്റ് ഓഫ് പ്രീ ബെയിൽ എന്നാണ് ആന്റിസിപ്പേറ്ററി ബെയിലിനെ, അതായത് മുൻകൂർ ജാമ്യത്തെ പറയുന്നത്. അതായത് ഒരാൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു വിധി വരുന്നത് വരെ അയാളെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതിക്ക് പോലീസിനോട് നിർദ്ദേശിക്കാം. അല്ലാത്ത പക്ഷം കോടതിയിൽ സമർപ്പിക്കുന്ന അപേക്ഷ അസാധുവായി മാറും. നിയമഭാഷയിൽ പറഞ്ഞാൽ ഇൻഫ്രക്ഷ്യസ്. കേസിന്റെ മെറിറ്റിലേക്ക് ഹൈക്കോടതി ഇന്ന് കടന്നിട്ടേയില്ല. അത് ഡിസംബർ 15-നാണ്. അന്നാണ് വിശദമായ വാദം. അന്നാണ് മുൻകൂർ ജാമ്യത്തിൽ തീരുമാനം. നിയമത്തിന്റെ മുന്നിൽ വരുന്ന ഒരാൾക്ക് അയാൾ പറയുന്നത് കേൾക്കാനുള്ള അവസരമാണ് കോടതി നൽകിയത്. അതാണ് ഇന്നുണ്ടായത്. കോടതിയുടെ മുന്നിൽ പരാതിക്കാരുടെ വാദമുണ്ട്, രാഹുലിന്റെ എതിർവാദങ്ങളുമുണ്ട്. അത് രണ്ടും ഇനി വിശദമായി പരിശോധിക്കും, അന്വേഷിക്കും. രണ്ട് കക്ഷികളെയും കേൾക്കും. അതുവരെ ഈ കേസിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി നിർദ്ദേശിക്കുന്നത് തീർത്തും സ്വാഭാവികമായ നടപടി മാത്രമാണ്. നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം, രാഹുലിനെതിരെയുള്ള രണ്ടാമത്തെ കേസിൽ അന്വേഷണ സംഘത്തിന് രാഹുലിനെ ഈ നിമിഷം അറസ്റ്റ് ചെയ്യാൻ കഴിയും. അതിന് ഒരു തടസ്സവുമില്ല. അറസ്റ്റ് തടഞ്ഞപ്പോൾ സൈബറിടത്തിലെ ചില കൂട്ടരുടെ കരഘോഷം കണ്ടാൽ അഗ്നിശുദ്ധി വരുത്തി രാഹുൽ തിരിച്ചു വന്നുവെന്ന് തോന്നും. ഹൈക്കോടതി ഡിസംബർ 15-ന് എന്ത് പറയുമെന്ന് നമുക്കറിയില്ല. ഒന്നുറപ്പാണ്, നിങ്ങൾ ആഘോഷിക്കുന്നത് പോലെ ഇന്ന് പരാതിക്കാരി തോറ്റിട്ടില്ല, രാഹുൽ ജയിച്ചിട്ടുമില്ല.